ഗാന്ധിജി ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വെളിച്ചമാകത്തക്ക വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ദർശനം, അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകൾ. ലോകത്തിന് തന്നെ ഒരു പുതിയ സമരമാർഗം കാട്ടിക്കൊടുത്തു. ബന്ധും ഹർത്താലും അക്രമ മാർഗങ്ങളൊന്നുമല്ല, അതൊന്നുമല്ലാതെ സഹനം ശക്തി കൊണ്ട്, സത്യാഗ്രഹം കൊണ്ട്, അക്രമരഹിത മാർഗം കൊണ്ട്, അഹിംസയിലൂടെ ഏതൊരു ശക്തിയെയും പരാജയപ്പെടുത്താൻ സാധിക്കും. ഇത് ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തി. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം സത്യത്തിൻ്റെതായിരിക്കണം, നീതിയുടേതായിരിക്കണം. സത്യത്തിനും നീതിക്കും വേണ്ടി അക്രമരഹിത മാർഗത്തിലൂടെ, സഹന മാർഗത്തിലൂടെ വിജയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പുള്ള ചടങ്ങിൽ 4 ലക്ഷം കത്തുകളുമായി, കാർഡുകളുമായി കോട്ടയത്ത് നിന്ന് കുട്ടികളടക്കം ഒരു 150 പേര് വന്ന് ഒരു നിവേദനം തന്നിരുന്നു. അവരുടെ ഒരു മുഖ്യമായ ആവശ്യം മദ്യത്തിനും ലഹരിക്കുമെതിരെയുള്ള പോരാട്ടത്തിന് ഗവൺമെന്റിന്റെ സഹായങ്ങൾ അഭ്യർത്ഥിക്കുക. ആ കാര്യത്തിൽ ഗവൺമെന്റ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തു. പക്ഷെ അവരൊരു പ്രായോഗികമായ ഒരു നിർദ്ദേശം വെച്ചു. ഗാന്ധിജിയെ സ്മരിക്കുന്ന ഈ അവസരത്തിൽ പുതിയ തലമുറയ്ക്ക് ഗാന്ധിജി മദ്യത്തിനും ലഹരിക്കും എതിരെ എടുത്ത നിലപാടുകൾ അവരെ കൂടി ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിൽ മദ്യത്തിനും ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ പാഠ്യപുസ്തകത്തിൽ അത് ഒരു ഭാഗമാക്കണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറിയെ അവരുടെ നിവേദനം ഏൽപ്പിച്ചു. അത് പരിശോധിച്ച് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ആലോചിച്ച് അതിനുള്ള നിർദ്ദേശം തരാൻ പറഞ്ഞിരിക്കുക. നിശ്ചയമായും കുട്ടികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരാവശ്യം, അതൊരു സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യമായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. അത് നിശ്ചയമായും പരിഗണിക്കും. നമ്മുടെ പാഠ്യപദ്ധതിയിൽ അത് ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്ത ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്.